നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിരുന്നു. പക്ഷെ ഒരു മോഷൻ സ്ക്രീൻ പ്ലേ തകർത്ത് കളഞ്ഞ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് വാ വാത്തിയർ എന്ന സിനിമ അനുഭവപ്പെട്ടത്. പടം തുടങ്ങിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. പക്ഷെ പതിയെ നമുക്ക് മനസ്സിലാവും ഒരു ഓൾട്ടർ ഈഗോ, ഓൾട്ടർനേറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ പരിപാടിയാണ് നമ്മൾ ഇനി കാണാൻ പോണേന്ന്. പക്ഷെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റോ ത്രില്ലോ പഞ്ചോ ഒരു ഇമോഷണൽ ഡെപ്തോ നമുക്ക് ഒരു രീതിയിലുള്ള ഇതിനകത്ത് ക്യാരക്ടേഴ്സിനോടോ സീൻസിനോടോ നമുക്ക് ഫീൽ ചെയ്യില്ല. കുറെ മാസ് എലമെന്റ്സ്, ട്വിസ്റ്റ്, അതേപോലെ ഇമോഷൻസ് ഒക്കെ സിനിമയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും തോന്നില്ല. അത്രയും വീക്കായ ഒരു റൈറ്റിംഗ്, ഒരു പഴകിയ കഥ പഴഞ്ചനായ രീതി തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പുതുമ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എൻഗേജ് ആണ് പടം കാണാൻ. പക്ഷെ പതിയെ ആ ഒരു പുതുമ മാറി അത് ഭയങ്കര പഴഞ്ച രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോയി തുടങ്ങും. പിന്നെ നമ്മൾക്ക് ഈ സിനിമ കണ്ടിരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺസ് ആണ് കാർത്തിയുടെ പെർഫോമൻസും ഈ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റി. ടെക്നിക്കലി ഈ പടം കിടിലനാണ്. നല്ല കളർ ഗ്രേഡിങ്, വിഷ്വൽസ്, അതേപോലെ മ്യൂസിക് ബൈ സന്തോഷ് നാരായണൻ കമന്റബിൾ ആയിരുന്നു. അതേപോലെ പ്രൊഡക്ഷൻ ഡിസൈൻ കിടിലനായിരുന്നു. കാർത്തിയും വാത്തിയാറായിട്ടും അതേപോലെ റോഗ് പോലീസ് ഓഫീസറായിട്ടും വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ് ഇതിനകത്ത് കാർത്തിയുടെ കയ്യിൽ ഭയങ്കര സേഫ് ആയിരുന്നു. ഇതൊക്കെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ട് തോന്നിയത്. ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് സിനിമയെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ആ ഒരു പൊട്ടൻഷ്യൽ ഡയറക്ടർ വേസ്റ്റ് ആക്കി കളഞ്ഞു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ആവറേജ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് അതിലും ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. എന്താണെന്നറിയില്ല, ഡയറക്ടറിന് ഐഡിയ ഉണ്ടായി, പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ചെയ്ത പോലെ ഒരു അവസ്ഥയാണ് എനിക്ക് പടത്തിൽ തോന്നിയത്. ഡയറക്ടറാണ് നളൻ കുമാരസ്വാമി. ഞാൻ വലിയൊരു ഫാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പടം കാണാൻ കയറിയത് തന്നെ. ഈ ഡയറക്ടറിന് ആദ്യത്തെ പടമായിരുന്നു സൂതുകവും. ഞാൻ ജീവിതത്തിൽ കണ്ട തന്നെ വളരെ ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ് സൂതുകവും. കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിനുശേഷം കാതൽ കടന്നു പോകും എന്നൊരു സിനിമ ഉണ്ടായി വിജയ് സേതുപതിയുടെ. അതും അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിനും ഒരു നല്ല സിനിമയാവും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പടം ആണെന്ന് വിചാരിച്ച് കയറിയത്. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞൊരു കംബാക്ക് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്കിത് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടത്. സെക്കൻഡ് ഹാഫിലെ അനാവശ്യ സീൻസും ഫില്ലർ സീൻസും അനാവശ്യ റൊമാൻസ്, പാട്ട്, അതേപോലെ വളരെ യൂഷ്വൽ ആയ ഒരു വില്ലൻ ക്യാരക്ടറും ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മടുപ്പിക്കുകയാണ് ചെയ്യണത്. എസ്പെഷ്യലി ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ആയ പടം ഇങ്ങനെ തീർന്നാൽ മതി എന്നായി എന്റെ പ്രാർത്ഥന. പിന്നെ അവസാനത്തെ 5 മിനിറ്റ് ഉണ്ട്, അവിടെ കുറേ സർപ്രൈസ് ഒക്കെ വരും. ആ സർപ്രൈസ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ ആ സർപ്രൈസ് സിനിമേനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും തോന്നിയില്ല. പിന്നെ വേറൊരു നല്ല കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി ആർ എന്ന നടന്റെ ആ ഒരു ലെജൻഡറി കാലം, അല്ലെങ്കിൽ എം.ജി.ആർ എന്ന ലെജൻഡിനെ ആ ഒരു റേഞ്ച് ഇപ്പോഴത്തെ ജനറേഷനും ഈ ഒരു സിനിമ കാണിച്ചു കൊടുക്കും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഓവറോൾ ഈ ഒരു സിനിമ പൊങ്കലിലെ ഒരു ഡിസപ്പോയിന്റിങ് ഔട്ടിംഗ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഏതായാലും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അബി റിവീൽസ്.